ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ജ്യോതിഷം, നെറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ നോക്കാം. ജ്യോതിഷം എന്ന ഭാഗത്ത് നിന്ന് നിമ്നലിഖിതേഷു സിദ്ധാന്തശിരോമണേഃ ഗ്രന്ഥസ്യ രചയിതാ കഃ? ഓപ്ഷൻസ്: ആര്യഭട്ടഃ, മന്ത്രേശ്വരഃ, കല്യാണവർമ്മ, ഭാസ്കരാചാര്യഃ. നമുക്കറിയാം, സിദ്ധാന്തശിരോമണി എന്ന ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഭാസ്കരാചാര്യനാണ്. ആര്യഭട്ടൻ്റെ കൃതി ഏതാണ്? ആര്യഭട്ടീയമാണ്. സാരാവലിയാണ് കല്യാണവർമ്മയുടെ കൃതി. അപ്പോൾ സിദ്ധാന്തശിരോമണി എഴുതിയത് ഭാസ്കരാചാര്യനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പുനർവസു നക്ഷത്രസ്യ ചതുർത്ഥപാദസ്യ സ്ഥിതിഃ കസ്മിൻ രാശൗ വർത്തതേ? പുനർവസു നക്ഷത്രം, പുണർദം നക്ഷത്രത്തിൻ്റെ 4ാമത്തെ പാദം ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കർക്കരാശൗ, സിംഹരാശൗ, മിഥുനരാശൗ, വൃഷരാശൗ. അപ്പോൾ ബൃഹജ്ജാതകത്തിൽ 4ാമത്തെ ശ്ലോകം നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ആ ശ്ലോകം ഇങ്ങനെയാണ്: കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോഭ്രതോ വസ്തിവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തതോഘ്രിദ്വയം മേഷാശ്വിപ്രഥമ നവർക്ഷചരണാശ്ചക്രസ്ഥിതാരാശയോ രാശിക്ഷേത്ര ഗൃഹർക്ഷഭാനി ഭവനശ്ചൈകാർത്ഥസമ്പ്രത്യയാഹ. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. അപ്പോൾ ഒരു രാശിയിൽ 9 നക്ഷത്രപാദങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞപ്പോൾ മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ 4 പാദവും ഭരണി നക്ഷത്രത്തിൻ്റെ 4 പാദവും കാർത്തിക നക്ഷത്രത്തിൻ്റെ 1 പാദവുമുണ്ട്. ഇനി ഇടവം രാശിയിലേക്ക് കടക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 3 പാദവും രോഹിണി നക്ഷത്രത്തിൻ്റെ 4 പാദവും മകയിരം നക്ഷത്രത്തിൻ്റെ 2 പാദവുമുണ്ട്. മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ മകയിരം നക്ഷത്രത്തിൻ്റെ 2 പാദവും തിരുവാതിര നക്ഷത്രത്തിൻ്റെ 4 പാദവും പുണർദം നക്ഷത്രത്തിൻ്റെ 3 പാദവുമുണ്ട്. അപ്പോൾ മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിൻ്റെ 3 പാദം കഴിഞ്ഞു. ഇനി 4ാമത്തെ പാദം, അവസാനത്തെ പാദം അപ്പോൾ കർക്കടകം രാശിയിലാണുള്ളത്. കർക്കടകം രാശിയിൽ പുണർദം നക്ഷത്രത്തിൻ്റെ 1 പാദവും പൂയ നക്ഷത്രത്തിൻ്റെ 4 പാദവും ആയില്യ നക്ഷത്രത്തിൻ്റെ 4 പാദവുമാണുള്ളത്. അപ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം കർക്കടകം രാശിയിലാണ് എന്ന ഉത്തരം കിട്ടുന്നു. അപ്പോൾ ശരിയായ ഉത്തരം കർക്കരാശൗ എന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രമസഃ സ്വരാശിഃ കോസ്തി? ചന്ദ്രൻ്റെ സ്വരാശി ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ്: വൃഷരാശിഃ, കർക്കരാശിഃ, മകരരാശിഃ, മീനരാശിഃ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ചന്ദ്രൻ്റെ സ്വരാശി കർക്കടകം രാശിയാണ്, സൂര്യൻ്റെയോ ചിങ്ങം രാശിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം കർക്കരാശിഃ എന്നതാണ്. അടുത്ത ചോദ്യം ഇതാണ്. ചേരുംപടി ചേർക്കാനായിട്ട് 1ാമത്തെ ലിസ്റ്റിൽ ഗ്രന്ഥങ്ങളും 2ാമത്തെ ലിസ്റ്റിൽ ഗ്രന്ഥകാരന്മാരും കൊടുത്തിരിക്കുന്നു. ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ജാതക പാരിജാതഃ, ഗോളപ്രകാശഃ, സിദ്ധാന്തശേഖരഃ, ജാതകാലങ്കാരഃ. അപ്പുറത്ത് ശ്രീപതിഃ, ഗണേശഃ, വൈദ്യനാഥഃ, നീലാംബരഃ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ജാതക പാരിജാതഃ. ഈ കൃതിയുടെ കർത്താവ് വൈദ്യനാഥനാണ്. ഗോളപ്രകാശഃ ഇതെഴുതിയത് നീലാംബരഃ, നീലാംബരൻ എന്ന ആചാര്യനാണ്. സിദ്ധാന്തശേഖരഃ അതെഴുതിയത് ശ്രീപതിഃ. അടുത്തത് ജാതകാലങ്കാരഃ അതെഴുതിയത് ഗണേശഃ. ഇങ്ങനെ ഇതിൻ്റെ ഉത്തരം കിട്ടുന്നു. ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. ദ്വിസ്വഭാവ രാശിർഭവതി? ഓപ്ഷൻസ്: കുംഭഃ, വൃഷഃ, മീനഃ, സിംഹഃ. ദ്വിസ്വഭാവ രാശി ഏതാണ് ഇതിൽ എന്നതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ
എന്തായാലും രാശികളുടെ ക്രമം നമുക്ക് വൃത്തിയായിട്ട് അറിയാം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ. അപ്പോൾ ഇത് ഒരു ഈ ദുസ്വഭാവ രാശി, ചരരാശി, സ്ഥിരരാശി എന്നുള്ളതൊക്കെ അതിനുമൊരു ക്രമമുണ്ട്. അതായത് മേടം ചരരാശിയാണെങ്കിൽ ഇടവം സ്ഥിരരാശിയാണ്, മിഥുനം ദ്വിസ്വഭാവ രാശിയാണ്. പിന്നെ വീണ്ടും കർക്കിടകം ചരരാശിയാണ്, ചിങ്ങം സ്ഥിരരാശിയാണ്, കന്നി ദ്വിസ്വഭാവ രാശിയാണ്. അപ്പോൾ അതായത് ചരം, സ്ഥിരം, ദ്വിസ്വഭാവം, ചരം, സ്ഥിരം, ദ്വിസ്വഭാവം, അങ്ങനെ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പട്ടിക പോലെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നു. ഇവിടെ ദ്വിസ്വഭാവരാശി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു പട്ടിക എഴുതി വെച്ച് കഴിഞ്ഞാൽ ചരരാശികളാണ് മേടം, കർക്കിടകം, തുലാം, മകരം എന്ന് കിട്ടും. സ്ഥിരരാശികളാണ് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നിങ്ങനെ കിട്ടും. ദ്വിസ്വഭാവരാശികളാണ് മിഥുനം, കന്നി, ധനു, മീനം എന്നിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ദ്വിസ്വഭാവരാശിയായിട്ട് ഉത്തരമായിട്ട് കിട്ടുന്നത് മീനമാണ്. അപ്പോൾ ആ രാശികളുടെ ക്രമവും ചരം, സ്ഥിരം, ദ്വിസ്വഭാവം എന്നുള്ള ആ ഒരു ഓർഡറും ക്രമത്തിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, കുംഭരാശേഹേ സ്വാമി കഹ. കുംഭം രാശിയുടെ സ്വാമി ആരാണ്? അപ്പോൾ ഈ സ്വാമികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്, സ്വാമി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ കുംഭം രാശിയുടെ സ്വാമിയായിട്ട് വരുന്നത് ശനിയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ക്ഷേത്രമിതിമാശ്രിത്യ ഗോളപ്രകാശഃ ഇതി ഗ്രന്ഥം കോ രചയത്. ക്ഷേത്രമിതിയെ ആശ്രയിച്ചുകൊണ്ട് ഗോളപ്രകാശം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അപ്പോൾ ഈ ഒരു ഗോളപ്രകാശം എന്നുള്ള ചോദ്യം മുൻപ് ഒരെണ്ണം കണ്ടു. അപ്പോൾ നീലാംബരൻ എന്ന് പറയുന്ന ആചാര്യനാണ് എഴുതിയത് എന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? നീലാംബര ഝാ എന്നുള്ളതാണ് ഉത്തരം. ഇവിടെ ഓപ്ഷനുകളിൽ മുനീശ്വരഃ എന്ന് കാണുന്നു. മുനീശ്വരൻ എഴുതിയ ഗ്രന്ഥങ്ങളാണ് സിദ്ധാന്ത സാർവഭൗമഃ, സിദ്ധാന്ത ശിരോമണി, മരീചി ടീക, ഇവ രണ്ടും. അതുപോലെ കമലാകര ഭട്ടൻ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് സിദ്ധാന്ത തത്വവിവേകഃ എന്നുള്ളത്. അടുത്ത ചോദ്യം, യേഷു വൃശ്ചികരാശേः നാമാക്ഷരാണി ഭവന്തി. താഴെ തന്നിരിക്കുന്നവയിൽ വൃശ്ചിക രാശിയുടെ നാമാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് തേ, തോ, നോ, യു, യേ എന്നാണ്. ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു, അതായത് ഓരോ രാശികളുടെയും നാമാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. നാമാക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രപാദത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രപാദത്തിന് ഒരു അക്ഷരം കൊടുക്കുകയാണ്. അപ്പോൾ ആ അക്ഷരം വച്ച് കുട്ടിക്ക് പേരിടുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം മേടം രാശി എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 നക്ഷത്രപാദങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അശ്വതിയുടെ 4 പാദവും, ഭരണിയുടെ 4 പാദവും, കാർത്തികയുടെ 1 പാദവും. അപ്പോൾ അശ്വതിയിൽ 4 പാദങ്ങളുണ്ട്. 1, 2, 3, 4 പാദങ്ങളുണ്ട്. അതിൽ 1ാമത്തെ പാദത്തിൻ്റെ നാമാക്ഷരമാണ് ചൂ എന്നുള്ളത്. 2ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ചേ എന്നുള്ളത്. 3ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ചോ എന്നുള്ളത്. 4ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ലാ എന്നുള്ളത്. ഇനി ഭരണിയുടെ 4 പാദങ്ങളുണ്ട്. 1, 2, 3, 4. അപ്പോൾ ഭരണിയുടെ 1ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ലീ എന്നുള്ളത്. ഭരണിയുടെ 2ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ലൂ എന്നുള്ളത്. 3ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ലേ എന്നുള്ളത്. 4ാമത്തെ പാദത്തിൻ്റെ അക്ഷരമാണ് ലോ എന്നുള്ളത്. ഇനി കാർത്തികയുടെ 1 പാദം കൂടിയുണ്ട്. അപ്പോൾ ആ 1 പാദത്തിൻ്റെ അക്ഷരമാണ് ആ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ
മേടം, ഇടവം, മിഥുനം ഓരോ രാശികളുടെയും ഓരോ നക്ഷത്രപാദങ്ങളുടെ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് പോകാം. വൃശ്ചിക രാശിയുടെ നാമാക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷനുകൾ തേ, തോ, നോ, യു, യേ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷനുകളിൽ തേ എന്നുണ്ട്. തേ എന്നുള്ളത് വൃശ്ചികം രാശിയിലുള്ള നാമാക്ഷരമല്ല. തോ എന്നുള്ളത് വൃശ്ചികം രാശിയിലെ നാമാക്ഷരമാണ്. പിന്നെ യു എന്നുള്ളത് വൃശ്ചികം രാശിയിലെ നാമാക്ഷരമാണ്. യേ എന്നുള്ളത് വൃശ്ചികം രാശിയിലെ നാമാക്ഷരമല്ല. അപ്പോൾ തോ, യു ഇത് രണ്ടുമാണ് വൃശ്ചികം രാശിയിലെ നാമാക്ഷരം. അതുപോലെ ഓപ്ഷനുകളിൽ നോ എന്നും കൂടിയുണ്ട്. നോ എന്നുള്ളതും വൃശ്ചികം രാശിയിലെ നാമാക്ഷരമാണ്. അപ്പോൾ തോ, നോ, യു ഇത്രയും കിട്ടുന്നു. അപ്പോൾ വൃശ്ചികം രാശിയിലെ നാമാക്ഷരങ്ങളാണ് തോ, നോ, യു ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ. വീണ്ടും അടുത്ത ചോദ്യം ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളുമാണ്. സൂചി 1 ബ്രഹ്മഗുപ്ത, മുഞ്ചാല, മഹാവീരാചാര്യ, ചന്ദ്രസേന. ബിയിൽ ജ്യോതിഷപടലം, കേവലജ്ഞാനഹോര, ഖണ്ഡഘാദ്യകം, ലഘുമാനസം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബ്രഹ്മഗുപ്തൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖണ്ഡഘാദ്യകം എന്നുള്ളത്. മുഞ്ചാലൻ എന്നുള്ള ആചാര്യൻ്റെ കൃതിയാണ് ലഘുമാനസം എന്നുള്ളത്. മഹാവീരാചാര്യൻ്റെ കൃതിയാണ് ജ്യോതിഷപടലം എന്നുള്ളത്. ചന്ദ്രസേനൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേവലജ്ഞാനഹോര എന്നുള്ളത്. അപ്പോൾ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും ജ്യോതിഷത്തിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് കാണുന്നത്. അടുത്ത ചോദ്യം ഇത് PSCയിൽ വന്നതാണ്. കാലപുരുഷസ്യ ശിരഃ ഭവതി. കാലപുരുഷൻ്റെ ശിരസ് എന്താണ് എന്ന്. അപ്പോൾ ബൃഹജ്ജാതകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. ശ്ലോകമിതാണ്. കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോഭ്രതോ വസ്തിവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തതോഘ്രിദ്വയം മേഷാശ്വി പ്രഥമാ നവർക്ഷചരണാശ്ചക്രസ്ഥിതാ രാശയോ രാശിക്ഷേത്രഗൃഹർക്ഷഭാനി ഭവനഞ്ജൈകാർത്ഥ സംപ്രത്യയാഹ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കാലാംഗാനി കാലപുരുഷൻ്റെ അംഗങ്ങൾ എന്തൊക്കെയാണ്? വരാംഗമാനനമുരോ, വരാംഗം, ആനനം, ഉരസ് ഈ അംഗങ്ങളൊക്കെ അതായത് ക്രമത്തിൽ മനസ്സിലാക്കണം. മേടത്തിൻ്റെ വരാംഗമാണ്, മേടം കാലപുരുഷൻ്റെ വരാംഗമാണ്. ഇടവം കാലപുരുഷൻ്റെ ആനനമാണ്. മിഥുനം കാലപുരുഷൻ്റെ ഉരസ്സാണ്. അപ്പോൾ വരാംഗം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ശിരഹ എന്നുള്ളത്. അപ്പോൾ കാലപുരുഷൻ്റെ ശിരസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഷഹ, മേടം രാശിയാണ് എന്ന് ഉത്തരം കിട്ടുന്നു. അടുത്ത ചോദ്യമാണ് സൂര്യസിദ്ധാന്ത ഗ്രന്ഥോയം കസ്യ വിഷയസ്യ വർത്തത്തെ. സൂര്യസിദ്ധാന്തം എന്ന ഗ്രന്ഥം ഏത് വിഷയത്തിലുള്ള ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ജ്യോതിഷസ്യ, ജ്യോതിഷശാസ്ത്രത്തിലെ ഒരു സിദ്ധാന്ത ഗ്രന്ഥമാണ്, ആർഷഗ്രന്ഥമാണ് ഈ സൂര്യസിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ലഗധ ഇതി നാമ കേന ശാസ്ത്രേണ സംബന്ധിതമസ്തി. ലഗധൻ എന്ന പേര് ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ജ്യോതിഷശാസ്ത്രേണ എന്നതാണ് ഉത്തരം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഋഗ്വേദത്തിൻ്റെ ജ്യോതിഷമാണ് ആർച്ചജ്യോതിഷം, യജുർവേദത്തിൻ്റെ ജ്യോതിഷമാണ് യാജുഷ ജ്യോതിഷം, അഥർവവേദത്തിൻ്റെ ആഥർവണ ജ്യോതിഷം. അപ്പോൾ ഈ 3 ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെയും പ്രണേതാവ്, കർത്താവായിട്ട് പറയുന്നത് ലഗധൻ എന്ന് പറയുന്ന ആചാര്യനെയാണ്. അതുകൊണ്ട് ലഗധൻ എന്ന പേര് ജ്യോതിഷശാസ്ത്രവുമായി ബന്ധപ്പെട്ട പേരാണ്. അടുത്ത ചോദ്യം ഭജക്രം കിമുച്യത്തെ. ഭജക്രം എന്നാൽ എന്താണ്? ഓപ്ഷൻസ് സൂര്യാദിഗ്രഹാണാം ചക്രം, കുചക്രം, ആകാശമണ്ഡലം, നക്ഷത്രാണാം ചക്രം.
ഭചക്രം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് രാശിചക്രം. രാശിചക്രത്തിനെയാണ് ഭചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് നക്ഷത്രാണാം ചക്രം എന്നതാണ്. PSCയിൽ ജ്യോതിഷത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് സിദ്ധാന്ത ശിരോമണിയുടെ കർത്താവാരാണ്. സിദ്ധാന്ത ശിരോമണി നാമ ഗ്രന്ഥസ്യ കർത്താക്കഃ. അപ്പോൾ ഉത്തരം ഭാസ്കരാചാര്യഃ എന്നുള്ളത് നമ്മൾ പലതവണയായിട്ട് പറയുന്നതാണ്. ഭാസ്കരാചാര്യൻ്റെ മറ്റൊരു കൃതിയാണ് കരണകുതൂഹലം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓപ്ഷൻസ് ബ്രഹ്മഗുപ്തഃ, ആര്യഭടഃ, വരാഹമിഹിരഃ എന്നൊക്കെയാണ്. നമുക്കറിയാം ആര്യഭടൻ്റെ കൃതിയാണ് ആര്യഭട്ടീയം. വരാഹമിഹിരൻ്റെ കൃതികളാണ് പഞ്ചസിദ്ധാന്തിക, ബൃഹജ്ജാതകം, ലഘുജാതകം. ഇതൊക്കെ ബ്രഹ്മഗുപ്തൻ്റെ കൃതികളാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തഃ, ഖണ്ഡഘാദ്യം, ധ്യാനഗ്രഹഃ. ഇതൊക്കെ. അടുത്ത ചോദ്യമാണ് പട്ടിക. 2 പട്ടിക തന്നിരിക്കുന്നു. ഒരു പട്ടികയിൽ രാശികളും മറ്റേ പട്ടികയിൽ രാശി അധിപന്മാരും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പല പ്രാവശ്യം നോക്കിയതാണ്. അപ്പം മേഷരാശി, മേടം രാശിയുടെ അധിപനാണ് സൂര്യഃ. ക്ഷമിക്കണം, മേടം രാശിയുടെ അധിപനാണ് മംഗളഃ. മേടം രാശിയുടെ അധിപനാണ് മംഗളഃ. കർക്കരാശി, കർക്കടകം രാശിയുടെ അധിപനാണ് ചന്ദ്രമ. മകരരാശി, മകരം രാശിയുടെ അധിപനാണ് ശനി. സിംഹരാശിയുടെ അധിപനാണ് സൂര്യഃ. അടുത്ത ചോദ്യമാണ് വീണ്ടും ചേരുംപടി ചേർക്കാനായിട്ടാണ്. ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരുമാണ്. അപ്പോൾ ലിസ്റ്റ് 1 ഗ്രഹലാഘവം ജാതകപദ്ധതി സിദ്ധാന്തശേഖരഃ ജാതകപാരിജാതഃ. ലിസ്റ്റ് 2 ശ്രീപതിഃ കേശവഃ ഗണേശദൈവജ്ഞഃ വൈദ്യനാഥഃ. ഉത്തരം ഗ്രഹലാഘവം ഗണേശദൈവജ്ഞഃ, ജാതകപദ്ധതിഃ കേശവഃ, സിദ്ധാന്തശേഖരഃ ശ്രീപതിഃ, ജാതകപാരിജാതഃ വൈദ്യനാഥഃ. ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം ജ്യോതിഷശാസ്ത്രാനുസാരേണ സിദ്ധാന്തഗ്രന്ഥഃ അസ്തി. ജ്യോതിഷശാസ്ത്രത്തെ സിദ്ധാന്തം, ഹോര, സംഹിത എന്നിങ്ങനെ 3 സ്കന്ധങ്ങളായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സിദ്ധാന്ത സ്കന്ധത്തിൽ വരുന്ന ഗ്രന്ഥം ഏതാണ് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനുകളുടെ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഉത്തരം എന്താണ്? സിദ്ധാന്ത ശിരോമണി. ഇതാണ് സിദ്ധാന്ത ഗ്രന്ഥം. അതെഴുതിയത് ഭാസ്കരാചാര്യനാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഗർഗസംഹിത അതൊരു ആർഷഗ്രന്ഥമാണ്. 3-മത്തെ ജാതകാലങ്കാരഃ അതെഴുതിയത് ഗണേശനാണ്. 4-മത്തേത് ഗ്രഹലാഘവം അതെഴുതിയത് ഗണേശദൈവജ്ഞഃ. അടുത്ത ചോദ്യം ജ്യോതിഷശാസ്ത്രാനുസാരേണ ശനി അധിപതി ഭവതി. ശനി ഏത് രാശിയുടെ അധിപതിയാണ് എന്നതാണ് ചോദ്യം. ഇത് നമുക്ക് ബൃഹജ്ജാതകത്തിലെ 1-മത്തെ അധ്യായത്തിലെ 6-മത്തെ ശ്ലോകത്തിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും. ശ്ലോകം ഇതാണ്: ക്ഷിതിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജാസുരഗുരു മന്ദ സൗരി ഗുരവശ്ച ഗൃഹാംശകപാഃ അജമൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശവിധർഭവന സമാംശകാധിപതയ സ്വഗൃഹാത് ക്രമശഃ എന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് രാശിയുടെ അധിപന്മാരെ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മകരം, കുംഭം ഈ രാശികളുടെ അധിപനാണ് ശനി എന്ന് പറയുന്നത്. ഇതേ മാതൃകയിലുള്ള അപ്പോൾ ഓരോ രാശികളുടെയും അധിപന്മാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ചോദിക്കുന്നു സിംഹരാശേഹേ സ്വാമി കഹ. സിംഹം രാശിയുടെ സ്വാമി ആരാണ്? ചിങ്ങം രാശിയുടെ സ്വാമി സൂര്യനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഉത്തരം, സൂര്യഃ. കർക്കടകം രാശിയുടെ അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. അടുത്ത ചോദ്യം അധസ്തനേഷു ഹോരാഗ്രന്ഥഃ കഹ. താഴെ തന്നിരിക്കുന്നതിൽ ഹോരാഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബൃഹജ്ജാതകം. ബൃഹജ്ജാതകം ഒരു ഹോരാഗ്രന്ഥമാണ്. സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഗ്രന്ഥത്തിൻ്റെ പേരിൻ്റെ കൂടെ സിദ്ധാന്തം എന്ന വാക്കുകൂടി കാണാനുണ്ട്. ഇനി ഹോരാഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ജാതകം എന്നുള്ള വാക്കുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് ഹോരാഗ്രന്ഥമാണ്. ഇനി സംഹിതാഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് സംഹിത എന്നുകൂടി ആ പദത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും
ജനറലായിട്ട് നമുക്കങ്ങനെ പറയാം. അടുത്ത ചോദ്യമാണ് നിമ്നലിഖിതേഷു കതമൗ രാശി അഗ്നിതത്വൗ സ്തഃ. അഗ്നിതത്വം ആയിട്ടുള്ള രാശികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്നിതത്വം, ഭൂമിതത്വം, വായുതത്വം, ജലതത്വം, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ക്രമത്തിൽ തന്നെയാണ് വരണത്. അതായത് അഗ്നി, ഭൂമി, വായു, ജലം കഴിഞ്ഞാൽ വീണ്ടും അഗ്നി, ഭൂമി, വായു, ജലം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് രാശികളുടെ ക്രമത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാം. മേടം അഗ്നിതത്വമാണെങ്കിൽ ഇടവം ഭൂമിതത്വമാണ്, മിഥുനം വായുതത്വമാണ്, കർക്കിടകം ജലതത്വമാണ്. പിന്നെ വീണ്ടും ചിങ്ങം അഗ്നിതത്വമാണെങ്കിൽ കന്നി ഭൂമിതത്വമാണ്, തുലാം വായുതത്വമാണ്, വൃശ്ചികം ജലതത്വമാണ്. പിന്നെ വീണ്ടും ധനു അഗ്നിതത്വമാണെങ്കിൽ മകരം ഭൂമിതത്വമാണ്, കുംഭം വായുതത്വമാണ്, മീനം ജലതത്വമാണ്. എന്നിങ്ങനെ ആ രാശികളുടെ ഓർഡറും തത്വങ്ങളുടെ ഓർഡറും ക്രമത്തിൽ പഠിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. തത്വങ്ങളുടെ ഓർഡർ എന്താണ്? അഗ്നി, ഭൂമി, വായു, ജലം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വച്ചു കഴിഞ്ഞാൽ നമുക്ക് അഗ്നിതത്വമായിട്ടുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മേടം, ചിങ്ങം, ധനു എന്നിങ്ങനെ കിട്ടും. മേടം, ചിങ്ങം, ധനു. അപ്പോൾ ഇവിടെ മേഷഹ എന്നുള്ളതുണ്ട്. അപ്പോൾ മേടം ഉറപ്പിക്കാം. പിന്നെ ചിങ്ങമുണ്ടോ? ചിങ്ങമില്ല. പിന്നെ ധനു ഇതിൽ കാണാനില്ല. മേടം, കന്യ, കർക്കഹ, തുല, മകരം ഇത്രേ കാണാനുള്ളൂ ശരിക്ക്. അപ്പോൾ മേടം മാത്രമാണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി PSCയിൽ വന്ന കുമാരസംഭവത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. പദം സഹിത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ ഡാഷ് കസ്യ എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം ഇവിടെ ഓപ്ഷനുകൾ ഗജസ്യ, പല്ലവസ്യ, പാദസ്യ, പദത്രിണഃ എന്നതാണ്. ഈ ഒരു ചോദ്യം കുമാരസംഭവത്തിലെ 5ാമത്തെ സർഗത്തിലെ 4ാമത്തെ ശ്ലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: മനീഷിതാഃ സന്തി ഗൃഹേഷു ദേവതാസ്തപഃ ക്വ വത്സേ ക്വ ച താവകം വപുഃ പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. അന്വയം ഇങ്ങനെയാണ്: വത്സേ മനീഷിതാഃ ദേവതാഃ ഗൃഹേഷു സന്തി തപഃ ക്വ താവകം വപുഃ ച ക്വ പേലവം ശിരീഷപുഷ്പം ഭ്രമരസ്യ പദം സഹേത പതത്രിണഃ പദം പുനഃ ന സഹേത എന്നതാണ് ഇതിൻ്റെ അന്വയം. അതായത് പാർവതിയോട് മേന, അമ്മയായിട്ടുള്ള മേന പറയാണ്, കുഞ്ഞെ, മനസ്സിനിണങ്ങിയിട്ടുള്ള ദേവതമാർ തൻ്റെ ഗൃഹത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഗൃഹത്തിലുള്ള ദേവതമാരെ ഭജിച്ചുകൊണ്ട് ആഗ്രഹം നിറവേറ്റാനായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? തപസ് എവിടെ നിൽക്കുന്നു? തപഹക്വ, തപസ് എവിടെ നിൽക്കുന്നു? താവകം വപുഹു ചക്വ, നിൻ്റെ ശരീരം എവിടെ നിൽക്കുന്നു? ഈ മൃദുലമായ ശരീരത്തിന് പറ്റിയതല്ല തപസ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, പേലവം ശിരീഷപുഷ്പം പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ എന്നുള്ള ആ ശ്ലോകഭാഗം തന്നെ എടുത്തിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ശിരീഷപുഷ്പം ഒരു വണ്ടിൻ്റെ ഭ്രമരം ആ പുഷ്പത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ആ പുഷ്പം സഹിക്കും. പക്ഷേ പതത്രിണഃ, ഒരു പക്ഷി തന്നെ വന്നിട്ട് പുഷ്പത്തിൻ്റെ മുകളിൽ വന്നിരുന്നാൽ അത് സഹിക്കില്ല എന്ന് പറയാണ്. അതായത് പാർവതിയുടെ ഈ മൃദുലമായ ശരീരം കൊണ്ട് ഗൃഹത്തിലുള്ള ദേവതമാരെ സ്തുതിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ തപസ് നിൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതല്ല എന്ന് പാർവതിയുടെ അമ്മ പറയാണ്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ 3-4 വരികളെടുത്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. അപ്പോൾ ഇവിടെ ഉത്തരം പതത്രിണഃ എന്നാണ്. ശിരീഷപുഷ്പം ന പുനഃ, ശിരീഷപുഷ്പം പിന്നെ ആരെയാണ് സഹിക്കാത്തത് എന്ന് ചോദിച്ചാൽ പതത്രിണഃ. പതത്രിണഃ പദം പക്ഷിയുടെ കാലാണ്, പക്ഷി വന്നിരുന്നാലാണ് ശിരീഷപുഷ്പത്തിന് സഹിക്കാൻ പറ്റാതെ ആവുക. അപ്പോൾ പതത്രിണഃ എന്നുള്ള ഇതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്.
ഇനി അടുത്ത ചോദ്യം, നിനിന്ദരൂപം ഹൃദയേന സാ കാ. ഹൃദയം കൊണ്ട് അവൾ അവളുടെ രൂപത്തെ തന്നെ നിന്ദിച്ചു, അവളുടെ സൗന്ദര്യത്തെ തന്നെ നിന്ദിച്ചു. ആരാണ് നിന്ദിച്ചതെന്ന് ചോദ്യം. അപ്പോൾ ഉത്തരം പാർവതി എന്നതാണ്. അപ്പോൾ അത് ഈ 5-ാം സർഗത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ശ്ലോകം ഇതാണ്: തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിനാ ഭഗ്നമനോരഥാ സതി നിനിന്ദരൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാ ഹി ചാരുതാ. നിനിന്ദരൂപം ഹൃദയേന പാർവതി എന്നവിടെ തന്നെ വ്യക്തമായിട്ട് പറയുന്നു. തൻ്റെ സൗന്ദര്യത്തെ പാർവതി നിന്ദിച്ചു. അപ്പോൾ ഉത്തരം പാർവതി എന്നുള്ളതാണ്. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? അന്വയം ഇങ്ങനെയാണ്: തഥാ സമക്ഷം മനോഭവം ദഹത പിനാകിന ഭഗ്നമനോരഥാ സതി ഹൃദയേന രൂപം നിനിന്ദ ഹി ചാരുത പ്രിയേഷു സൗഭാഗ്യഫല. അതായത് തൻ്റെ കൺമുൻപിൽ വെച്ച് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചപ്പോൾ ശിവൻ്റെ ഭാര്യയായിട്ട് തീരുക എന്ന് തൻ്റെ മനോരഥം ഭഞ്ജിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ വിഷമചിത്തയായിട്ടുള്ള പാർവതി ലോകാതിശായിയായിട്ടുള്ള തൻ്റെ സൗന്ദര്യത്തെ നിന്ദിച്ചു. കാരണം സ്ത്രീകൾക്ക് സൗന്ദര്യം പ്രിയന്മാരിൽ മാനസോല്ലാസപ്രദാനത്തിനു വേണ്ടിയുള്ളതാണല്ലോ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ സൗന്ദര്യം, ലോകരൊക്കെ പുകഴ്ത്തുന്ന ഈ സൗന്ദര്യം കൊണ്ട് എന്താണ് പ്രയോജനം എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉത്തരം പാർവതി എന്നതാണ്. ജ്യോതിഷത്തിലെ ഒരു ചോദ്യം പറയാൻ വിട്ടുപോയിരുന്നു. വേദഭാഷ്യകാരാൻ കാലാനുക്രമേണ യോജയത. ഭാഷ്യകാരന്മാരെ കാലക്രമമനുസരിച്ച് യോജിപ്പിക്കാനാണ്. ഓപ്ഷൻസ്: സായണഃ, വെങ്കടമാധവഃ, മഹീധരഃ, സ്കന്ദസ്വാമി. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് സ്കന്ദസ്വാമി ആദ്യം, ക്രിസ്തുവർഷം 638 മുൻപാണ്. രണ്ടാമത് വെങ്കടമാധവഃ, അദ്ദേഹം ക്രിസ്തുവർഷം 1300 മുൻപാണ്. മൂന്നാമത്തേത് സായണാചാര്യൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏകദേശം 1364 തൊട്ട് 1378 വരെ. നാലാമത് മഹീധരഃ, 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാണ് കാലം. കുമാരസംഭവത്തിലെ അടുത്ത ചോദ്യമാണ്: പിനാകിന ഭഗ്നമനോരഥ കാ. പിനാകിയാൽ ഭഗ്നമനോരഥയായത് ആരാണ്? ഇതും 1-ാമത്തെ ശ്ലോകത്തിലെയാണ്. തഥാ സമക്ഷം ദഹതാ മനോഭവം പിനാകിന ഭഗ്നമനോരഥാ സതി നിനിന്ദരൂപം ഹൃദയേന പാർവതി പ്രിയേഷു സൗഭാഗ്യഫലാ ഹി ചാരുത. തൻ്റെ സമക്ഷം കാമദേവൻ ഭസ്മമാക്കപ്പെട്ടപ്പോൾ ശിവൻ്റെ ഭാര്യയായി തീരുക എന്ന തൻ്റെ മനോരഥം ഭഗ്നമായി. ആരാലാണ് ഭഗ്നമായത്? പിനാകിയാൽ. അപ്പോൾ ഇവിടെ ഉത്തരം ആരാണ് ഭഗ്നമനോരഥയായിട്ട് നിൽക്കുന്നത്? ഉത്തരം പാർവതി എന്നതാണ്. നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റുപറ്റി. ജ്യോതിഷത്തിലെ ഒരു ചോദ്യമല്ല കേട്ടോ വിട്ടുപോയത്, വേദത്തിൻ്റെ ചോദ്യമാണ്. അതിനി പറയാൻ വെച്ചിരുന്നതാണ്, പെട്ടെന്ന് തെറ്റിപ്പറഞ്ഞതാണ്. വേദഭാഷ്യകാരന്മാരെ കാലക്രമത്തിൽ യോജിപ്പിക്കാൻ പറയുന്നത് വേദഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇനി കുമാരസംഭവത്തിലെ ഒരു ചോദ്യം നോക്കാം. നേരത്തെ 4-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് ആ ശ്ലോകം അതേപടി ഒരു ചോദ്യം ചോദിച്ചു. പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പതത്രിണഃ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ആ ശ്ലോകത്തിൽ നിന്ന് തന്നെയുള്ള ചോദ്യമാണ്. പേലവം ശിരീഷപുഷ്പം കസ്യ പുനഃ പദം ന സഹേത. പേലവം ശിരീഷപുഷ്പം, ഈ ശിരീഷപുഷ്പം എന്തിൻ്റെ പദത്തിനെയാണ് സഹിക്കാത്തത് എന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെയും ഉത്തരം പതത്രിണഃ എന്നതാണ്. അപ്പോൾ ആ ശ്ലോകം ഒന്നും കൂടി പറയാം. മനീഷിതാഃ സന്തി ഗൃഹേഷു ദേവതാസ്തപഃ ക്വ വത്സേ ക്വച താവകം വപുഃ പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. ഇവിടെ ശിരീഷപുഷ്പം എന്നുള്ളതിന് അർത്ഥം പറയണത് വാഗപ്പൂവ് എന്നതാണ്.
അടുത്ത ചോദ്യം, ഹിമാലയസ്യ പത്നിയാഹ നാമ കിം ഭവതി? ഹിമാലയത്തിൻ്റെ പത്നിയുടെ പേരെന്താണ്? അപ്പോൾ പാർവതിയുടെ അച്ഛനാണ് ഹിമാലയം, അമ്മയാണ് മേന എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട് ഉത്തരം. മൂന്നാമത്തെ ശ്ലോകം എന്ന് വായിക്കാം. ഉത്തരം എന്താണ്? മേന എന്നുള്ളതാണ്. ഹിമാലയത്തിൻ്റെ പത്നിയുടെ പേര് മേന. ഹിമവാൻ്റെ പത്നിയാണ് മേന. നിശമ്യ ചൈനാം തപസേ കൃതോദ്യമാം സുതാം ഗിരീശ പ്രതിസക്തമാനസാം ഉവാച മേന പരിരഭ്യ വക്ഷസാ നിവാരയന്തി മഹതോ മുനിവ്രതാത്. അടുത്ത ചോദ്യം, കുമാരസംഭവസ്യ കസ്മിൻ സർഗേ ബ്രഹ്മചാരി പ്രവേശഃ വർണ്ണിതഃ? കുമാരസംഭവത്തിലെ ഏത് സർഗത്തിലാണ് ബ്രഹ്മചാരി പ്രവേശം വർണ്ണിച്ചിരിക്കുന്നത് എന്നതാണ്. കുമാരസംഭവത്തിൽ 17 സർഗങ്ങളാണുള്ളത്. അതിൽ 8ാമത്തെ സർഗം വരെയാണ് കാളിദാസൻ എഴുതിയിട്ടുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ 5ാമത്തെ സർഗത്തിലാണ് ബ്രഹ്മചാരി പ്രവേശം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം പഞ്ചമേ സർഗേ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഗിരീണാം ഈശഃ സമസ്തപദം കിം? ഗിരീണാം ഈശഃ എന്നുള്ളതിൻ്റെ സമസ്തപദം ഗിരീശഃ എന്നുള്ളതാണ്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നിശമ്യ ചൈനാം തപസേ കൃതോദ്യമാം സുതാം ഗിരീശപ്രതിസക്തമാനസാം. അപ്പോൾ ഗിരീശഃ എന്നുള്ളതിനെ വിഗ്രഹിക്കുമ്പോൾ ഗിരീണാം ഈശഃ എന്ന് വരും. ഇനി ന്യായവൈശേഷികത്തിലെ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ, തർക്കസംഗ്രഹത്തിൽ നമ്മൾ പഠിച്ചു 7 പദാർത്ഥങ്ങളുണ്ട്. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായ ഭാവാഹ സപ്തപദാർത്ഥാഹ. അപ്പോൾ ഇത് നെറ്റിന് വന്നൊരു ചോദ്യമാണ്. കണാദോക്ത പദാർത്ഥ ഭേദേഷു പരിഗണ്യത്തെ. ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് കണാദൻ പറയുന്ന പദാർത്ഥങ്ങൾ എന്നതാണ്. സാമാന്യം, വിശേഷ, ജാതി, സമവായ, നിഗ്രഹസ്ഥാനം. അപ്പോൾ കണാദൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, വൈശേഷിക സൂത്രത്തിൽ ഇങ്ങനെ പറയുന്നു, ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാനാം പദാർത്ഥാനാം സാധർമ്മ്യ വൈധർമ്മ്യ തത്വജ്ഞാനം നിശ്രേയസഹേതു എന്ന് പറയുന്നു. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായാനാം ഷണ്ണാം പദാർത്ഥാനാം സാധർമ്മ്യ വൈധർമ്മ്യ തത്വജ്ഞാനം നിശ്രേയസഹേതു എന്ന് പറയുന്നു. 6 പദാർത്ഥങ്ങളെയാണ് അവിടെ കണാദ മഹർഷി പറയുന്നത്. ദ്രവ്യം, ഗുണഃ, കർമ്മ, സാമാന്യം. അപ്പോൾ ഓപ്ഷൻ എ സാമാന്യമുണ്ടെന്ന് ഉറപ്പായി. വിശേഷ, ഓപ്ഷൻ ബി വിശേഷമുണ്ട്. സമവായ, ഓപ്ഷൻ ഡി സമവായ. ഇത്രയാണുള്ളത്. അതായത് എ, ബി, ഡി, സാമാന്യം, വിശേഷ, സമവായ. ഈ പദാർത്ഥങ്ങളെയാണ് കണാദ മഹർഷി പറയുന്നത്. ഇനി വേദഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, ചേരുംപടി ചേർക്കാനായിട്ടാണ് ലിസ്റ്റ് 1 സൂര്യ, അഗ്നി, വായു, സോമ എന്ന് കൊടുത്തിരിക്കുന്നു. ലിസ്റ്റ് 2 ഋഗ്വേദ, യജുർവേദ, അഥർവവേദ, സാമവേദ എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഋഗ്വേദസ്യ സൃഷ്ടി അഗ്നേഹ, യജുർവേദസ്യ വായോഃ, സാമവേദസ്യ സൂര്യാച്ച സഞ്ജാതേതി കേചന അഭിപ്രയന്തി. ഋഗ്വേദത്തിൻ്റെ സൃഷ്ടി അഗ്നിയിൽ നിന്നാണെന്നും യജുർവേദത്തിൻ്റെ സൃഷ്ടി വായുവിൽ നിന്നാണെന്നും സാമവേദത്തിൻ്റെ സൃഷ്ടി സൂര്യനിൽ നിന്നുമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സൂര്യ സാമവേദ, അഗ്നി ഋഗ്വേദ, വായു യജുർവേദ, സോമ അഥർവവേദ എന്നിങ്ങനെ കിട്ടുന്നു. അടുത്ത ചോദ്യം, ഋഗ്വേദ സംഹിതായാഹ ഭാഷ്യകാരൗ. ഋഗ്വേദ സംഹിതയുടെ ഭാഷ്യകാരന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഋഗ്വേദ സംഹിതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുള്ളത് ഈ ഓപ്ഷനുകളിൽ, ഇവിടെ ഓപ്ഷൻസ് മാധവ, സ്കന്ദസ്വാമി, ഹലായുധ, വെങ്കടമാധവ എന്നതാണ്. മാധവ ആദ്യത്തെ ഓപ്ഷൻ. അദ്ദേഹം സാമസംഹിതയുടെ പ്രഥമ ഭാഷ്യകാരനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സ്കന്ദസ്വാമി. അദ്ദേഹം
ഋഗ്വേദ സംഹിതയുടെ സർവപ്രഥമ ഭാഷ്യകാരനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഹലായുധ, അദ്ദേഹം കാണ്വ സംഹിതയുടെ ഭാഷ്യകാരനാണ്. നാലാമത്തെ ഓപ്ഷൻ വെങ്കടമാധവ, അദ്ദേഹം സമ്പൂർണ്ണ ഋഗ്സംഹിതയുടെ ഭാഷ്യകാരനാണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്കന്ദസ്വാമിയും വെങ്കടമാധവനുമാണ് ഋഗ്വേദ സംഹിതയുടെ ഭാഷ്യകാരന്മാർ എന്ന് കിട്ടുന്നു. ജ്യോതിഷത്തിൽ കാലപുരുഷസ്യ ഹൃദയമസ്തി, കാലപുരുഷൻ്റെ ഹൃദയം ഏതാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ബൃഹജ്ജാതകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകത്തിൽ നിന്ന് ഇത് നമുക്ക് കിട്ടുന്നു. ശ്ലോകം: കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോഭ്രതോ വസ്തിവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തതോഘ്രിദ്വയം മേഷാശ്വിപ്രഥമാ നവർക്ഷചരണാശ്ചക്രസ്ഥിതാ രാശയോ രാശിക്ഷേത്രഗൃഹർക്ഷഭാനി ഭവനഞ്ചൈകാർത്ഥസംപ്രത്യയാഹ. അതായത് മേഷഃ, മേടം വരാംഗമാണ് കാലപുരുഷൻ്റെ, ശിരസ്സാണ്. വൃഷഃ, ഇടവം ആനനമാണ്, മുഖമാണ് കാലപുരുഷൻ്റെ. മിഥുനം ഉരസ്സാണ്, മാറിടമാണ് കാലപുരുഷൻ്റെ. കർക്കടകം ഹൃദയമാണ് കാലപുരുഷൻ്റെ. അപ്പോൾ ഉത്തരം കിട്ടി, കാലപുരുഷൻ്റെ ഹൃദയമാണ് കർക്കരാശി എന്നുള്ളത്. അടുത്ത ചോദ്യം വേദത്തിൽ നിന്നാണ്. കൗ ദ്വൗ കാണ്വസംഹിത ഭാഷ്യകാരൗ സ്തഃ. കാണ്വസംഹിതയുടെ ഭാഷ്യകാരന്മാർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: സായണഃ, കുണ്ഡിനഃ, ശത്രുഘ്നഃ, ആനന്ദബോധ ഭട്ടോപാധ്യായഃ. അപ്പോൾ ഇവിടെ ഉത്തരം കാണ്വസംഹിതയുടെ, ശുക്ലയജുർവേദ കാണ്വസംഹിതയുടെ ഭാഷ്യകാരന്മാരാണ് സായണാചാര്യനും ആനന്ദബോധ ഭട്ടോപാധ്യായനും. വളരെ എളുപ്പമുള്ള ചോദ്യം നെറ്റിന് വന്നതാണ്. കുമാരസംഭവസ്യ രചയിത കോസ്തി. കുമാരസംഭവത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കാളിദാസഃ. അടുത്ത ചോദ്യം: കൗതുമശാഖായാ സംബന്ധഃ വേദഃ കഃ. കൗതുമശാഖയുമായി സംബന്ധമുള്ള വേദം ഏതാണ് എന്ന് ചോദിച്ചാൽ സാമവേദമാണ്. മുൻപ് പറഞ്ഞിരുന്നു, ഋഗ്വേദത്തിന് 21 ശാഖകളുണ്ട് എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശാഖകളാണ് ശാകലശാഖ, ബാഷ്കലശാഖ, ആശ്വലായന ശാഖ, ശാഖായന ശാഖ, മാണ്ഡൂകായന ശാഖ. ഇനി കൃഷ്ണയജുർവേദത്തിന് ടോട്ടലായിട്ട് യജുർവേദത്തിന് 101 ശാഖകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ കൃഷ്ണയജുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ശാഖകളാണ് തൈത്തിരീയ ശാഖ, മൈത്രായണീ ശാഖ, കഠശാഖ, കപിഷ്ഠല ശാഖ. ശുക്ലയജുർവേദത്തിൻ്റെ ശാഖകളാണ് മാധ്യന്തിന ശാഖ, കാണ്വശാഖ. അഥർവവേദത്തിന് 9 ശാഖകളുണ്ടെന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് പിപ്പലാദ ശാഖ, ശൗനക ശാഖ. ഇനി സാമവേദത്തിനോ 1000 ശാഖകളുണ്ടെന്നാണ് പറയുന്നത്. അവയിൽ ഏതൊക്കെയാണ്? റാണായനീയ ശാഖ, ജൈമിനീയ ശാഖ, കൗതുമ ശാഖയൊക്കെ അതിൽ പെടുന്നു. അപ്പോൾ കൗതുമ ശാഖയോട് ബന്ധമുള്ള വേദം ഏതാണെന്ന് ചോദിച്ചാൽ സാമവേദമാണ്. അടുത്ത ചോദ്യം വേദത്തിൽ നിന്ന് തന്നെ. പ്രശ്നോപനിഷത്ത് അഥർവവേദസ്യ കസ്യാം ശാഖായാം അന്തർഭവതി. പ്രശ്നോപനിഷത്ത് അഥർവവേദത്തിൻ്റെ ഏത് ശാഖയിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പിപ്പലാദ ശാഖ എന്നതാണ്. അഥർവവേദത്തിന് 2 ശാഖകൾ പ്രധാനമായിട്ട് പറയുന്നു, പിപ്പലാദ ശാഖ, ശൗനക ശാഖ. അതിൽ പ്രശ്നോപനിഷത്ത് പിപ്പലാദ ശാഖയിൽ പെട്ടതാണ്. മുണ്ടകോപനിഷത്തും മാണ്ഡൂക്യോപനിഷത്തും ശൗനക ശാഖയിൽ പെട്ടതുമാണ്.